Divya's evaluation bar just hit. Here we are. Divya Deshmukh. What emotions. Has done it, ladies and gentlemen. She cannot hold her tears. Everyone is here. We'll give her a moment for her to regroup. Emotions are taking over. I think it was fate, me getting the Grandmaster title this way, because before this I didn't even have one norm, and now before this tournament I was thinking, oh, where can I get my norm, and now I'm a Grandmaster, so. ചെസ്സിന്റെ കളത്തിൽ ഇന്ന് ഇന്ത്യക്ക് ആഹ്ലാദ തിങ്കൾ. ജോർജിയയിലെ ബാത്തുമയിൽ ഇന്ന് ദിവ്യ ദേശ്മുഖ് എന്ന 19-കാരിയുടെ സന്തോഷ കണ്ണീർ വീണു. ഫിഡെ ലോക വനിതാ ചെസ് ലോകകപ്പിൽ കിരീട നേട്ടത്തോടെ ചരിത്രമെഴുതിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ 19-കാരി. ടൂർണമെന്റിൽ ഇന്ത്യൻ താരം തന്നെയായ കൊനേരു ഹംപിയെ ടൈ ബ്രേക്കറിൽ തോൽപ്പിച്ചു. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി, ഗ്രാൻഡ് മാസ്റ്ററാകുന്ന 4-മത്തെയാൾ, മറ്റൊന്നുമല്ല ലക്ഷങ്ങൾ സമ്മാനവും. ചെസ് കളത്തിൽ നമുക്കിന്ന് ആഹ്ലാദ ദിവസമാണ്. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്ത് ലോക്സഭ. അമേരിക്കയുടെ മധ്യസ്ഥതയെന്ന വാദം തള്ളി പ്രതിരോധ മന്ത്രി. पाकिस्तान हमारे किसी भी टारगेट को हिट नहीं कर पाया और हमारे किसी भी इंपॉर्टेंट एसेट को नुकसान नहीं हुआ है. हमारी सुरक्षा व्यवस्था अध्यक्ष महोदय चाक चौबंद थी. കൃത്യമായ ലക്ഷ്യങ്ങൾ ഇന്ത്യ കൈവരിച്ചു. പാക് അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ വിമർശനം. ऑपरेशन सिंदूर कंप्लीट नहीं हुआ, अधूरा है, क्योंकि कल को जाके दोबारा पाकिस्तान कर सकता है, ये खुद कह रहे हैं. നാളെ രാജ്യസഭയിൽ ചർച്ച. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിന് പിന്നാലെ സുരേഷ് കുറുപ്പിനെ ലക്ഷ്യം വെച്ച് UDF. അനൌദ്യോഗിക ചർച്ച നടന്നുവെന്ന വിവരം. ഏറ്റുമാനൂരിൽ സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ ശ്രമം സജീവം. സീറ്റ് വിട്ടു നൽകാൻ സന്നദ്ധമായി ജോസഫ് ഗ്രൂപ്പ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സുരേഷ് കുറുപ്പിനെ പുകഴ്ത്തി മന്ത്രി സജി ചെറിയാൻ. ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന നേതാവാണ്. പാർട്ടി ഒരുപാട് ചുമതലകൾ ഏൽപ്പിച്ച ആളാണ്. പാർട്ടിയുടെ നേതാവാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്ന ആരോഗ്യ പ്രശ്നം കൊണ്ട് അദ്ദേഹം സെക്രട്ടേറിയറ്റ് സ്ഥാനത്ത് ഒഴിഞ്ഞു. സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോഴും പാർട്ടിയുടെ മെയിൻ സ്ട്രീമിൽ എല്ലാ പരിപാടിക്കും വിളിച്ച് അദ്ദേഹം വരുന്നുണ്ട്. അങ്ങനെ ഒരാളിനെ ഉടനെ ഞങ്ങൾ ക്ഷണിക്കുക. അദ്ദേഹം പറഞ്ഞതിനെ പറ്റി അതേയല്ലേ പറയേണ്ടത്. ചിതയടങ്ങും മുൻപ് VSനെ ആക്രമിക്കുന്നുവെന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിലെ വില്ലൻ M സ്വരാജ്. VSന്റെ ചിതയുടെ ചൂട് വിട്ടുമാറുന്നതിന് മുൻപ് സവിശേഷമായ രീതിയിൽ VSനെ ആക്രമിക്കാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. VS എന്ന 2 അക്ഷരത്തെ വിവാദത്തിൽ കുരുക്കിയിടാൻ ശ്രമിക്കുന്നുവെന്നും സ്വരാജ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ പ്രതികരിക്കാതെ മന്ത്രി MB രാജേഷ്. ട്രാക്ടർ വിവാദത്തിന് പിന്നാലെ MR അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റി. പുതിയ നിയമനം എക്സൈസ് കമ്മീഷണറായി. ഉത്തരവുടൻ. തീരുമാനം കോടതി വിമർശന പശ്ചാത്തലത്തിൽ. BJPക്ക് കുരുക്കായി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് കത്തോലിക്ക സഭയും ദീപികയും. കേന്ദ്ര സർക്കാരിനെതിരെ ഇതര ക്രൈസ്തവ സഭകളും. പാർലമെന്റ് സ്തംഭിപ്പിച്ച് കേരളത്തിലുള്ള MP മാർ. അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്ത്, മതപരിവർത്തന കുറ്റങ്ങൾ ചുമത്തി FIR. നടന്നത് മതം മാറ്റമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. ധർമ്മസ്ഥലയിൽ സുപ്രധാന നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവരുടെ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തി തെളിവെടുക്കും. SITക്ക് ലഭിച്ച നിർണായക വിവരങ്ങൾ. SIT സംഘത്തിൽ പ്രതീക്ഷ അർപ്പിച്ച ആക്ഷൻ കമ്മിറ്റി. ജഗദീഷിനെതിരെ അമ്മയിലെ തിരുത്തൽവാദികൾ. ജഗദീഷ് ബാബുരാജ് സഖ്യത്തിന് വിമർശനം. ആരോപണ വിധേയരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ മത്സരത്തിൽ ഉറച്ചെന്ന് തിരുത്തൽവാദികൾ. ബാബുരാജിനെതിരെ അനൂപ് ചന്ദ്രൻ. മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, ശ്വേതാ മേനോൻ
മത്സരത്തിന് സാധ്യത. വിലക്ക് മറികടന്ന് RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ നിലപാട് കടുപ്പിച്ച സർക്കാർ. വൈസ് ചാൻസലർമാർക്കെതിരെ പരസ്നീക്കവുമായി മന്ത്രിമാർ. സർക്കാർ നേരിട്ട് നിയമിച്ച കുഫോസ് VC പരിപാടിയിൽ പങ്കെടുത്തതും വിനയായി. കുഫോസ് VCയെ പുറത്താക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മഞ്ജര കേസിൽ നിയമക്കുരുക്കിൽ നിവിൻ പോളി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നടനും സംവിധായകൻ എബിഡ് ഷൈനും നോട്ടീസ് അയച്ച പോലീസ്. നടപടി ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം തട്ടിയെന്ന പരാതിയിൽ രേഖകളും ബാങ്ക് അക്കൗണ്ടുകളും ഹാജരാക്കണം. വൈക്കത്ത് വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളെ കാണാതായി. പാണാവള്ളി സ്വദേശി സുമേഷ് നായി തെരച്ചിൽ തുടരുന്നു. പ്രതിസന്ധിയായി ശക്തമായ അടിയൊഴുക്ക്. മറിഞ്ഞ വള്ളത്തിലുണ്ടായിരുന്നത് 30ഓളം പേർ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ ചർച്ച തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക ചർച്ചയിലാണ് എസ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. Now, I want to make two things very clear, sir. One, at no stage in any conversation with the United States was there any linkage with trade and what was going on. Secondly, there was, please listen. Secondly, there was no call between the Prime Minister and President Trump from the 22nd of April when President Trump called up to convey his sympathy and the 17th of June when he called up Prime Minister in Canada to explain why he could not come. So I would again, मैं इसको दोहराता हूँ, 22 अप्रैल से 17 जून तक ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല പാകിസ്ഥാനുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. पाकिस्तान हमारे किसी भी टारगेट को हिट नहीं कर पाया अध्यक्ष महोदय, और हमारे किसी भी इंपॉर्टेंट एसेट को नुकसान नहीं हुआ है. हमारी सुरक्षा व्यवस्था अध्यक्ष महोदय चाक चौबंद थी और हर हमले को हम लोग रोका गया. मैं इसके लिए भारतीय सेना के बहादुर सैनिकों की जमकर सराहना करता हूं, जिन्होंने दुश्मन के हर मंसूबे पर पानी फेर दिया. और अपने प्रतिपक्ष के मित्रों से भी कहना चाहता हूं, एक बार फिर से भारत के सेना के जवानों का कम से कम मेज थपथपाकर उनका अभिनंदन करते हैं. बहुत बहुत धन्यवाद. बहुत बहुत हमारी सेनाओं द्वारा की गई वेल कोऑर्डिनेटेड स्ट्राइक्स ने 9 टेररिस्ट इंफ्रास्ट्रक्चर टारगेट्स को प्रिसीजन के साथ, सटीकता के साथ हिट किया. और इस सैन्य कार्रवाई में एक अनुमान के अनुसार 100 से अधिक आतंकवादी, मैं बहुत संभल कर बोल रहा हूं अध्यक्ष महोदय, 7 आतंकी शिविरों को भारतीय सेना ने पूरी तरह से नष्ट कर दिया. अध्यक्ष महोदय, പ്രതിപക്ഷത്തിന് വിദേശ നേതാക്കൾ പറയുന്നതാണോ വിശ്വാസമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചു. അമിത്ഷാ സഭയിൽ ക്ഷുഭിതനാകുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. कर रहा है उस पर भरोसा नहीं है, उनको किसी और देश पर भरोसा है. मैं समझ सकता हूं उनकी पार्टी में विदेश का महत्व क्या है, मगर इसका मतलब ये तो नहीं है पार्टी की सारी चीजें यहां सदन में आकर थोपे. भारत के विदेश मंत्री पर भरोसा नहीं करोगे? ओथ लिया हुआ व्यक्ति यहां पर बोल रहा है, ही इज रिस्पॉन्सिबल. माननीय अध्यक्ष जी, इसीलिए ये वहां बैठे हैं और 20 साल तक वहीं बैठने वाले हैं. സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. ടൂറിസ്റ്റുകളെ വധിച്ച തീവ്രവാദികളെ പിടികൂടാൻ കഴിയാത്തത് എന്തെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചോദിച്ചു. പാക് അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കാൻ പറ്റിയ അവസരം പ്രയോജനപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്നും കോൺഗ്രസിൽ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഗൗരവ് ഗൊഗോയ് ചോദിച്ചു. और ये अब भी कह रहे हैं
कि ऑपरेशन सिंदूर कंप्लीट नहीं हुआ, अधूरा है, क्योंकि कल को जाके दोबारा पाकिस्तान कर सकता है। ये खुद कह रहे हैं, ये खुद कह रहे हैं, ये खुद कह रहे हैं कि इसके पश्चात भी पाकिस्तान कल को जाके कर सकता है। तो ये कैसा, ये जो सफल कैसे हुआ, क्या सफल हुआ? आज ये खुद कह रहे हैं कि हमारा मकसद युद्ध का नहीं था। हम पूछना चाहते क्यों नहीं था, होना चाहिए था। आज उन्होंने खुद कहा कि हमारा मकसद जमीन लेने का नहीं था, क्यों नहीं था? पाकिस्तान ऑक्यूपाइड कश्मीर अगर आज नहीं लेंगे तो कब लेंगे? ये उन्होंने खुद कहा, इन्होंने खुद कहा कि हमारा मकसद था टेररिस्ट के इंफ्रास्ट्रक्चर पर आक्रमण करना। तो क्या हमने उरी के समय नहीं किया? क्या हमने पुलवामा के समय नहीं किया? लेकिन उसके पश्चात भी पाकिस्तान का इतना साहस। മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, ചർച്ച ഇപ്പോഴും തുടരുകയാണ്. 16 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ്. സർക്കാർ ഇന്ന് സഭയെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമാണ്, പ്രതിപക്ഷം അതിലും തൃപ്തരല്ല. രാഹുൽ ഗാന്ധിയുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സഭയിൽ നടന്നത്? രഞ്ജിത്ത്, വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷം ശക്തമായി തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ ജയശങ്കർ പല ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന ഒരു സാഹചര്യം കേന്ദ്രമന്ത്രി ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായി. അദ്ദേഹം അടിവരയിട്ട് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യ ഇനി തീവ്രവാദത്തെയും അതിന് പിന്നിൽ നിൽക്കുന്ന ആളുകളെയും രണ്ടായി വേർതിരിച്ച് കാണില്ല, അവരെ ഒരേ തരത്തിൽ തന്നെ കൈകാര്യം ചെയ്യും. മാത്രമല്ല, അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് എല്ലാ ഘട്ടത്തിലും കൃത്യമായ മറുപടി കൊടുക്കും എന്ന് ജയശങ്കർ വ്യക്തമാക്കി. ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ എന്ന പരിപാടിക്ക് ഇന്ത്യ തലകുനിച്ച് ഒരു ഘട്ടത്തിലും കൊടുക്കില്ല. ആണവായുധം പ്രയോഗിക്കും എന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും എന്നാരും കരുതേണ്ട എന്ന് ജയശങ്കർ വ്യക്തമാക്കുന്നു. ഒപ്പം തീവ്രവാദവും സംവാദവും ഒരേ തട്ടിൽ പോകില്ല. തീവ്രവാദം ആണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അതിന് ആ നിലയ്ക്കുള്ള മറുപടി കൊടുക്കും. സംവാദത്തിൻ്റെ പാത അപ്പോൾ ഉണ്ടാകില്ല, രണ്ടും ഒരുമിച്ച് പോകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ തീവ്രവാദവും സൗഹാർദ്ദവും സാധ്യമല്ല. ഒരു അയൽ രാജ്യം എന്ന നിലയിൽ സൗഹാർദ്ദം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീവ്രവാദവും സൗഹാർദ്ദവും പോകില്ല. അതുകൊണ്ട് തന്നെ രക്തവും വെള്ളവും ഒരേ സമയം ഒഴുകുന്ന സാഹചര്യം അനുവദിക്കാനാകില്ല എന്നത്, അത് ഇൻഡസ് വാട്ടർ ട്രീറ്റി പുനരാരംഭിക്കില്ല എന്ന കൃത്യമായ സൂചനയാണ് ഈ സമയത്ത് രാജ്യം നൽകുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു. മാത്രവുമല്ല, ഇന്ത്യൻ സർക്കാരിനെ, അതായത് വിദേശകാര്യ മന്ത്രാലയത്തെ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും വിശ്വസിക്കുന്നില്ല എന്ന വലിയ ആരോപണം ഭരണകക്ഷി ഉയർത്തുന്നു. ചൈനീസ് അംബാസിഡറെയാണ് വിദേശകാര്യ മന്ത്രാലയത്തെക്കാൾ കോൺഗ്രസ് ഡോക്ലാം വിഷയത്തിൽ വിശ്വസിച്ചത് എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു. അതോടൊപ്പം MEAയിൽ വിശ്വാസമില്ലാത്തൊരു നടപടിയാണ് കോൺഗ്രസിനുള്ളതെന്ന ആരോപണം അമിത്ഷായും ഉന്നയിക്കുന്നു. അതേസമയം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രധാന ആരോപണം, ഇത് എത്ര കണ്ട് നഷ്ടങ്ങൾ ഈ സർക്കാരിന് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിനുണ്ടായി, 35 റാഫേൽ യുദ്ധവിമാനങ്ങളുണ്ട്, അതിലെത്ര എണ്ണം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒരു ക്ലാരിറ്റി വേണമെന്ന തുടർ ആവശ്യം പ്രതിപക്ഷത്തു നിന്ന് ഉണ്ടായി. പക്ഷേ അത് ഭരണപക്ഷം വളരെ കൃത്യമായി നേരിട്ടത്, അങ്ങനെ പാകിസ്ഥാൻ എന്ത് സംഭവിച്ചു, പാകിസ്ഥാൻ എത്ര നഷ്ടമുണ്ടായി എന്നൊരു ചോദ്യം പ്രതിപക്ഷാംഗങ്ങളിൽ നിന്ന് വരാത്തത് നിരാശാജനകം എന്നാണ് പ്രധാനമായും ഭരണ കക്ഷികളിലെ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇതിനിടയിലുണ്ടായ മറ്റൊരു പ്രധാന സംഭവവികാസം, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെയും കൂട്ടാളികളെയും ഇന്ത്യൻ സുരക്ഷാ സേന വധിച്ചു എന്നുള്ളതാണ്. ഇന്ന് പാർലമെന്റിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞു നിൽക്കാൻ, സർക്കാരിന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു സംഭവവികാസമായി കൂടി ഇത് മാറി. തീവ്രവാദിയായ സുലൈമാൻ ഷായും 2 കൂട്ടാളികളുമാണ് ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. പെഹൽഗാമിലെ ക്രൂരതയ്ക്ക് ഇന്ത്യൻ സേനയുടെ പ്രതികാരം തുടരുന്നു. ജമ്മുകശ്മീരിൽ സേന നടത്തിയ ഓപ്പറേഷൻ മഹാദേവ് വിജയം. കശ്മീരിലെ ലിഡ്വാസ് മേഖലയിൽ കരസേനയ്ക്ക് ലഭിച്ച പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ. പഴുതടച്ച പരിശോധനയ്ക്ക് ശേഷം ആയുധധാരികളായ തീവ്രവാദികളെ സേന വളഞ്ഞു. മണിക്കൂറുകൾ നീണ്ടുനിന്ന വെടിവെപ്പിനൊടുവിൽ ഇന്ത്യൻ സേന തീവ്രവാദികളെ വകവരുത്തി. സുലൈമാൻ ഷായ്ക്കൊപ്പം അബു ഹംസ, യാസിർ എന്നീ തീവ്രവാദികളും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരാരും ഇന്ത്യയിൽ ജനിച്ചവരല്ല.
പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന സുലൈമാൻ ഷാ ഹാഷിം മൂസ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ലഷ്കർ ഇ തൈബ ഭീകരനായ സുലൈമാൻ ഷാ കഴിഞ്ഞ ഏപ്രിൽ 22-ന് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ്. ഏറ്റുമുട്ടലിന് ശേഷം തീവ്രവാദികളിൽ നിന്ന് കാർബൈൻ റൈഫിളുകൾ, AK-47 തോക്കുകൾ, ഗ്രനേഡുകൾ, മറ്റായുധങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവ കണ്ടെടുത്തു. കശ്മീരിൽ ഭീകരർ മറ്റൊരാക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി സുരക്ഷാസേന സംശയിക്കുന്നു. പെഹൽഗാമിലെ ബൈസുരൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തിനു ശേഷം സുലൈമാനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ജമ്മുകശ്മീർ പോലീസ് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഇന്നത്തെ സംയുക്ത ഓപ്പറേഷനിൽ സൈന്യത്തോടൊപ്പം CRPF-ഉം ജമ്മുകശ്മീർ പോലീസും പങ്കെടുത്തു. പ്രദേശത്ത് സേനാ വിഭാഗങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ മാറുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസമായി രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു വളരെ ദുരൂഹമായ സ്ഥലമാണ് ധർമ്മസ്ഥല. ന്യൂസ് 18 ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആദ്യം മുതൽ തന്നെ പുറത്തു കൊണ്ടുവന്നത്. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കുന്ന SIT സംഘം ഇന്ന് അവിടെ തെരച്ചിൽ നടത്തുകയുണ്ടായി. ഈ സംഘത്തിൽ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് സത്യം പുറത്തു കൊണ്ടുവരാനാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. +2 വിദ്യാർത്ഥിനി സൗജന്യയുടെ കൊലപാതകത്തെ തുടർന്ന് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയാണ് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര സംബന്ധിച്ച വെളിപ്പെടുത്തലിലേക്ക് നയിച്ചത്. ക്ഷേത്രവാസി കൂടിയായ സൗജന്യയുടെ അടക്കം ചെയ്ത പ്രദേശം ഇന്ന് ദൈവിക തുല്യമാണ്. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, കാര്യമായ പരിശോധനയുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘമെന്ന് മനസ്സിലാകുന്നു. നമുക്കറിയാം, തുടക്കത്തിലൊക്കെ കുറേയൊക്കെ പ്രശ്നങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. രൂപീകരണത്തിലൊക്കെ ആശയക്കുഴപ്പം, സംഘത്തലവന്മാർ മാറുന്ന പശ്ചാത്തലം, ആ വിഷയങ്ങളൊക്കെ മാറി ഇപ്പോൾ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുവെന്നാണോ? എന്താണ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ നൽകുന്ന പ്രതികരണം? രഞ്ജിത്തെ, നിർണായക ഘട്ടത്തിലേക്ക് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ ഇപ്പോൾ SIT സംഘം കടന്നു എന്ന് പറയേണ്ടി വരും. 30 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. അതായത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം, അവിടെ 30 ഇടങ്ങളിൽ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നു. 100ഓളം മൃതദേഹങ്ങൾ, അതായത് സ്ത്രീകളുടെയും അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്തവരെയും ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടെന്നാണ് വെളിപ്പെടുത്തൽ. ആ സ്ഥലങ്ങളിൽ 30 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ്. 100 മൃതദേഹം ഇത്തരത്തിലുണ്ട് എന്ന് പറയുന്നു. 12 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധന ആരംഭിച്ചത്. അതായത് ഈ നേത്രാവതി പുഴയുണ്ട്, സ്നാനക്കെട്ട എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ആദ്യം ഇയാളെ തെളിവെടുപ്പിനായി എത്തിച്ചത്. വലിയ പോലീസ് സന്നാഹത്തോടെയായിരുന്നു ഇയാളെ അവിടെ എത്തിച്ചത്. അതിനുശേഷം വനത്തിലേക്ക് കടക്കുകയായിരുന്നു. വനത്തിൽ കുഴിച്ചിട്ട സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലാണ് ഓരോ മാർക്ക് വീതം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ 30 ഇടങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തു എന്ന് പറയുന്നത്. അതായത് 30 മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി ഇതിനോടകം തന്നെ ഇവർക്ക് കാട്ടിക്കൊടുത്തു, ആ സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തു എന്ന് വേണം പറയാൻ. ഇത് ഇന്ന് നടക്കുന്ന ഈ ഒരു പരിപാടി, ഈ സ്ഥലങ്ങൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്യുക എന്നത് മാത്രമാണ്. എല്ലാ സ്ഥലങ്ങളും ഇയാളിൽ നിന്നും മാർക്ക് ചെയ്തതിന് ശേഷം നാളെയോടുകൂടി ഇത് കുഴിച്ച് പരിശോധിക്കുക, അല്ലെങ്കിൽ റഡാർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് ഇതിന് എന്തൊക്കെ വസ്തുക്കളുണ്ട് അതനുസരിച്ച് കുഴിച്ച് പരിശോധിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ SIT സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നത്. ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. 12 മണിക്ക് തുടങ്ങി, ഇതുവരെ ഈ തെളിവെടുപ്പ് കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും നിർണായക ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണം കടക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, ഈ മണ്ണിൽ, ധർമ്മസ്ഥലയുടെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ, അത് ഇനി ചുരുളരിയാൻ, അതല്ലെങ്കിൽ പുറത്തു വരാൻ ഇനി വലിയ സമയം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടക DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള സംഘമാണിത്. പ്രത്യേകിച്ച് ഈ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു സംഘം, അവരുടെ അന്വേഷണം കൃത്യമായി പോകുന്നുണ്ട് എന്ന് വേണം പറയാൻ. നേരത്തെ ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എടുത്തില്ല. പിന്നീട് കോടതിയിൽ പോയി രഹസ്യമൊഴി നൽകുകയും കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഒരു നടപടി എടുക്കാനും തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ SIT സംഘം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇവിടെ ധർമ്മസ്ഥലയിലെത്തിയത്. ഇദ്ദേഹത്തിന്റെ മൊഴി മംഗളൂരിൽ നിന്നാണ് രേഖപ്പെടുത്തിയത്. 15 മണിക്കൂറാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. എന്തായാലും നിർണായക വിവരങ്ങൾ ഇയാൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതാരാണ് തന്നെ കൊണ്ട് ചെയ്യിച്ചത്, ഈ സൂപ്പർവൈസർമാരുടെ പേരുകൾ, അത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിർണായകമാണ്. ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും ധർമ്മസ്ഥലയിൽ നിർണായകമാണ്. ഈ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംഭവം. കാരണം അത്ര വലിയൊരു സംഭവമാണ് ധർമ്മസ്ഥലയിൽ നടന്നിട്ടുള്ളത്. 100 പേരെ ഈ ശുചീകരണ തൊഴിലാളി തന്നെ ഇത്തരത്തിൽ അടക്കം ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി എത്ര മൃതദേഹങ്ങൾ അധികമുണ്ടോ കൂടുതൽ ഉണ്ടോ അതും കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായും അതാണ് അന്വേഷണ സംഘം വലിയ തോതിലുള്ള അന്വേഷണ
കേരളത്തിൽ ആണ് വലിയ പുരോഗതി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്നാണ് മനസ്സിലാകുന്നത്. അന്വേഷണം തുടരും. കൂടുതൽ തെളിവെടുപ്പ് നാളെയും മറ്റന്നാളുമായി തുടരുമെന്നുള്ള വിവരം കൂടി KV ബൈജു പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് വളരെ പ്രധാനമായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തൊരു വിഷയമാണ് സുരേഷ് കുറുപ്പുമായി ബന്ധപ്പെട്ട ഒന്ന്. UDF കുറുപ്പിനെ വശത്താക്കാൻ ശ്രമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ VN വാസവനെതിരെ സുരേഷ് കുറുപ്പിനെ ഇറക്കാൻ കോൺഗ്രസ് നീക്കം. UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് ആലോചന. കുറുപ്പെത്തിയാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ ജോസഫ് ഗ്രൂപ്പും ഉറപ്പു നൽകി. മുതിർന്ന നേതാക്കളുടെ ഓഫറിനോട് സുരേഷ് കുറുപ്പ് നോ പറഞ്ഞെങ്കിലും ശ്രമം തുടരാനാണ് UDFന്റെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ VN വാസവനെ നേരിടുക സുരേഷ് കുറുപ്പോ? ചരടുവലികൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. കുറുപ്പ് തയ്യാറായാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കാനാണ് നീക്കം. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ കുറുപ്പുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. കുറുപ്പ് എത്തിക്കഴിഞ്ഞാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഉറപ്പ്. ഏറ്റുമാനൂർ സീറ്റ് സുരേഷ് കുറുപ്പിന് നൽകിയാൽ പകരം പൂഞ്ഞാർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസ് നൽകിയേക്കും. കഴിഞ്ഞ ജില്ലാ സമ്മേളനം മുതൽ CPMന്റെ ജില്ലാ നേതൃനിരയിൽ നിന്നും സുരേഷ് കുറുപ്പ് മാറി നിൽക്കുകയാണ്. പാർട്ടിയുമായി അകന്നു കഴിയുന്നതിനിടെയാണ് കോൺഗ്രസിന്റെ നിർണായക നീക്കം. ഇതിന് പിന്നാലെയാണ് VSനെതിരെ പാർട്ടി സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ ലേഖനമായി എഴുതിയത്. സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ തവണ ഏറ്റുമാനൂർ സീറ്റ് VN വാസവന് CPM നൽകിയത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനത്തേക്ക് കുറുപ്പിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കി. ഇതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം കുറുപ്പ് പിൻവാങ്ങിയത്. സുരേഷ് കുറുപ്പിനെ ഒപ്പം നിർത്താനായാൽ വൻ നേട്ടമായിട്ടാണ് UDF നേതാക്കൾ കരുതുന്നത്. G. ശ്രീജിത്ത്, News 18, കോട്ടയം. അതേസമയം ഇന്ന് സുരേഷ് കുറുപ്പിനെ മന്ത്രി സജി ചെറിയാൻ പുകഴ്ത്തിയ കാഴ്ചയും കേരളം കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ VN വാസവനെതിരെ സുരേഷ് കുറുപ്പിനെ ഇറക്കാൻ കോൺഗ്രസ് നീക്കമെന്ന News 18 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സജി ചെറിയാൻ. മറ്റൊരു വാർത്ത ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് നിലപാട് വ്യക്തമാക്കി ശശി തരൂർ രംഗത്തെത്തി. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. BJPയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്നും കേന്ദ്രം നിയോഗിച്ച പ്രത്യേക ദൂതനോട് തരൂർ പ്രതികരിച്ചു. News 18 എക്സ്ക്ലൂസീവ്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി കലഹം തുടരുന്ന ശശി തരൂരിന് വേണ്ടി BJP ദേശീയ നേതൃത്വം വഴിവെട്ടുകയാണെന്ന അഭ്യൂഹം ഏറിയത്. തരൂരുമായി സഹകരിക്കാനില്ലെന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം നിലപാട് പരസ്യമാക്കിയതിന് പിന്നാലെയാണ് BJP നേതൃത്വം പ്രത്യേക ദൂതൻ മുഖേന തരൂർ ക്യാമ്പുമായി ചർച്ച നടത്തിയത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് പുറമെ ക്യാബിനറ്റിലെ സുപ്രധാന പദവിയും വാഗ്ദാനം ചെയ്തെങ്കിലും BJPയിൽ പ്രാഥമികാംഗത്വം എടുക്കണമെന്ന നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. തരൂർ ഉടൻ BJP പാളയത്തിലേക്ക് ചേക്കേറുമെന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി. പാർട്ടി പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗിക തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ BJPയിലേക്കില്ലെന്ന് തരൂർ നിലപാട് വ്യക്തമാക്കിയതോടെ തരൂരിന്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് ആകാംക്ഷയേറുകയാണ്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി തുടർച്ചയായി മോദി സ്തുതി നടത്തിയ തരൂരുമായി ഇനിയൊരു അനുനയ ചർച്ചയ്ക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായേക്കില്ലെന്നാണ് സൂചന. അതേസമയം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ശശി തരൂരിനായി സമ്മർദ്ദം ശക്തമാക്കുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. തരൂരിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിക്ക് ഹൈക്കമാൻഡ് തയ്യാറാകാത്തതും സഭാ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്തെന്നാണ് വിവരം. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. News at 9-ൽ ഇനിയൊരു ഇടവേള. താരസംഘടനയായ അമ്മയിൽ നടീനടന്മാർ വ്യത്യസ്ത ചേരികളിലാണ്. അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പുതിയ പോരാട്ടം. ഏറ്റവും പുതിയ വിവരം, അമ്മയിൽ തിരുത്തൽവാദികൾ, അതായത് ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് തിരുത്തൽവാദികൾ രംഗത്ത് വന്നിരിക്കുന്നു. തിരുത്തൽവാദികളുടെ പോരാട്ടമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.
താരസംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും ദേവനും തമ്മിൽ ത്രികോണ മത്സരം. ആരോപണ വിധേയരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കും എന്നാണ് അമ്മയിലെ തിരുത്തൽവാദികളുടെ വാദം. ജഗദീഷ് ആരോപണ വിധേയർക്കൊപ്പം ചേർന്നതിൽ തിരുത്തൽവാദികൾക്ക് അമർഷമുണ്ട്. ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയില്ലെങ്കിൽ തിരുത്തൽവാദികളും മത്സരത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഇപ്പോൾ ജഗദീഷിന് പിന്തുണ കുറയുന്നു, അതായത് പല നടിമാരും ജഗദീഷിനെതിരെ പോസ്റ്റുമായി മറ്റും രംഗത്ത് വന്നിട്ടുണ്ട്. ആരോപണ വിധേയർക്കൊപ്പം നിന്ന് ഏതെങ്കിലും വിധത്തിൽ ജയിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നു എന്നുള്ളതാണല്ലോ. മമ്മൂട്ടി, മോഹൻലാലും മറ്റും ജഗദീഷിനെ പിന്തുണയ്ക്കുമ്പോഴും വലിയ തോതിലുള്ള അംഗങ്ങൾക്ക് എതിർപ്പുണ്ട് ജഗദീഷിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒടുവിൽ താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ 31-ാം തീയതിയാണ് നോമിനേഷനുകൾ പിൻവലിക്കാനും പിന്തള്ളാനുമുള്ള അവസാന തീയതി. അതിനുശേഷമായിരിക്കും കൃത്യമായി ആരൊക്കെയാണ് മത്സര രംഗത്തുണ്ടാവുക, ആരൊക്കെ തമ്മിലാണ് മത്സരം ഉണ്ടാവുക എന്നുള്ള ചിത്രം വ്യക്തമാവുക. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടത്. അമ്മയുടെ തന്നെ 3 പതിറ്റാണ്ടിലധികമുള്ള ചരിത്രത്തിൽ തന്നെ 74 കാൻഡിഡേറ്റ്സുകൾ ആദ്യമായാണ് ഇത്ര കടുത്ത മത്സരവുമായി രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ, അതായത് നേരത്തെ തന്നെ ഈ അമ്മ താരസംഘടനയിൽ ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ മുന്നിലേക്ക് വരുന്നു. അതിൽ വിവിധ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ധൈര്യസമേതം തങ്ങൾ നേരിട്ട പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നു. അതിന് താരസംഘടന അമ്മ എന്തൊക്കെ ചെയ്തു, അതല്ലെങ്കിൽ അമ്മയുടെ തലപ്പത്ത് തന്നെ ഇരുന്ന ആളുകൾ ആരോപണ വിധേയരാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതേ തുടർന്ന് ഇപ്പോഴും അമ്മയിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അമ്മയിൽ നിലനിൽക്കുന്ന രൂക്ഷമാകുന്ന തർക്കത്തിന് പ്രധാന കാരണം ആരോപണ വിധേയൻ മത്സര രംഗത്തുണ്ട്, അതും പ്രത്യേകിച്ച് അമ്മയുടെ തലപ്പത്ത് തന്നെ മത്സര രംഗത്തുണ്ട് എന്നുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ബാബുരാജ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തന്നെ അനൂപ് ചന്ദ്രൻ പരസ്യമായ വിമർശനവുമായി രംഗത്ത് കഴിഞ്ഞ ദിവസം തന്നെ, അതായത് നോമിനേഷൻ പിൻവലിക്കാനുള്ള ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. അതേസമയം അദ്ദേഹം അമ്മയുടെ തന്നെ അംഗങ്ങളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതുമായുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണ അദ്ദേഹം ആരോപണ വിധേയനായിരുന്നില്ല, അതല്ലെങ്കിൽ ജനാധിപത്യപരമായ ഒരു രീതി അമ്മയ്ക്ക് വേണം, ഇതൊരു സംഘടന മാത്രമായി ഇത്തരത്തിലുള്ളൊരു സംഘടനയായി അധപ്പതിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുമെന്ന് ആളുകൾ ചോദ്യം ചെയ്യില്ലേ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അനൂപ് ചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം സരയും ഇത് കോടതിയൊന്നുമല്ലല്ലോ, ആരോപണ വിധേയർ മത്സരിക്കേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അൻസിബ മന്ത്രിമാരും MLA-മാരും ഒക്കെ മത്സരിക്കുന്നില്ലേ ആരോപണ വിധേയരായിട്ടും? എന്നിരുന്നാൽ പോലും ഇവിടെ അനൂപ് ചന്ദ്രൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇവരാരും ബലാത്സംഗ കേസിലല്ല പ്രതികളായിട്ടുള്ളത്, അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ളത്. അത് ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, കുറ്റവിമുക്തനാകാത്ത അല്ലെങ്കിൽ കുറ്റവാളിയാണെന്നോ അല്ലെന്നോ വിധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരാൾ മാറി നിൽക്കുക എന്നുള്ളത് ഒരു സാംസ്കാരിക മര്യാദയാണ്. അത് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ബാബുരാജിനെതിരെ അനൂപ് ചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്, പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെതിരെ അനുകൂലിച്ചും പ്രതിഷേധിച്ചും ആളുകളുണ്ട്. അത് 31-ാം തീയതിയോട് കൂടി ഇവർ ആരൊക്കെയാണ്, ഏതൊക്കെയാണ് പാനലുകൾ, അത് ശ്വേതാ മേനോനും ജഗദീഷും തമ്മിൽ പരസ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. 6 കാൻഡിഡേറ്റ്സുകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അതേസമയം ബാബുരാജിനെ പിന്തുണയുമായി ജഗദീഷ് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ ബാബുരാജിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിൽക്കുന്ന താരങ്ങൾ എന്നുള്ള താരങ്ങളുടെ നിര എന്നുള്ള ഒരു മത്സരത്തിലേക്കാണ് അങ്ങനെയാണ് സാഹചര്യം ഒരുങ്ങുന്നത്. ഏതായാലും അമ്മയിൽ പോര് കടുക്കുകയാണ്. നേരത്തെ ഇന്നുണ്ടായ വളരെ പ്രധാനപ്പെട്ട സംഭവവികാസം, നടൻ ബാബുരാജിനെതിരെ രൂക്ഷ വിമർശനമായി നടൻ അനൂപ് ചന്ദ്രൻ രംഗത്ത് വന്നു. അമ്മയുടെ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അനൂപ് ചന്ദ്രൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അമ്മയെ കൈപ്പിടിയൊതുക്കാൻ ബാബുരാജ് ശ്രമിക്കുന്നുവെന്നാണ് അനൂപ് ആരോപണം ഉന്നയിച്ചത്. സംഘടനയിൽ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു. ജഗദീഷും ബാബുരാജ് അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് അനൂപ് ചന്ദ്രൻ തുറന്ന പോരിന് കളമൊരുക്കിയത്. അനൂപിന്റെ വാക്കുകളിലേക്ക്. ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്കങ്ങ് ഇടിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ബാബുരാജ് ഈ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരുന്നതിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവേകമില്ലാത്ത, സാമൂഹിക ബോധമില്ലാത്ത, സാംസ്കാരിക ബോധമില്ലാത്ത ഒരാൾ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്നത്
തൻ്റെ ചുറ്റിനും ചില സിൽബന്തികളെ സൃഷ്ടിക്കലാണ്. ഇയാളുടെ നാവായി ചില സിൽബന്തികൾ മാറണം എന്നുള്ളതാണ്. ഈ സിൽബന്തികളെ മുഴുവൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും സിനിമയെക്കുറിച്ച് ആധികാരികമായ ജ്ഞാനമോ ബോധമോ അല്ലെങ്കിൽ അത്തരം അഭിനയ സമ്പ്രദായങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകളോ ഒന്നുമില്ലാത്ത ചില ആൾക്കാരാണ് ഇയാൾക്ക് സിന്ദാബ വിളിച്ചുകൊണ്ട് സിൽബന്തികളായി മുന്നോട്ട് വരുന്നത്. ഇതിൽ ചില സ്ത്രീകളുമുണ്ട്. അമ്മയിൽ ഇങ്ങനെ പോര് കടുക്കുമ്പോൾ നടൻ നിവിൻ പോളി മറ്റൊരു നിയമ പോരാട്ടത്തിലാണ്. ഒരു കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതായത് വഞ്ചന കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും നോട്ടീസ് പോലീസ് അയച്ചു. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം തട്ടിയെന്ന പരാതിയിലാണ് തലയോലപ്പുറം പോലീസ് നോട്ടീസ് അയച്ചത്. ഈ ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഒപ്പം രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ PM ഷംനാസ് നൽകിയ പരാതിയിലാണ് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. കേസിൽ നിവിൻ പോളി 1-ാം പ്രതിയും എബ്രിഡ് ഷൈൻ 2-ാം പ്രതിയുമാണ്. വഞ്ചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് തലയോലപ്പറമ്പ് പോലീസ് 2 പേർക്കും നോട്ടീസ് അയച്ചു. ഇരുവരെയും പോലീസ് ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യും. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ 2-ാം ഭാഗത്തിന്റെ നിർമ്മാണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത ഷംനാസിൽ നിന്ന് പണം വാങ്ങിയെന്നും പിന്നീട് അക്കാര്യം മറച്ചുവെച്ച് ചിത്രത്തിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നുമാണ് പരാതി. നിവിനും എബ്രിഡ് ഷൈനുമെതിരെ കേസെടുക്കാൻ തലയോലപ്പറമ്പ് പോലീസിന് വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് 406, 420, 34 വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത്. മഹാവീരർ പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി 95 ലക്ഷം രൂപ ഷംനാസിന് നൽകാമെന്നും എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2-ൽ നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും തുടർന്ന് 2024-ൽ സിനിമയുടെ നിർമ്മാണത്തിനായി 1.9 കോടി രൂപ കൈമാറിയെന്നും ഷംനാസ് പറയുന്നു. ഈ കരാർ മറച്ചുവെച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണാവകാശം കൈമാറിയെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിനാണ് സിനിമയിൽ അവകാശമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇതെന്നും ദുബായിലെ കമ്പനിക്ക് 5 കോടി രൂപയ്ക്കാണ് ഓവർസീസ് വിതരണാവകാശം നൽകിയെന്നും ഇതിൽ 2 കോടി രൂപ അഡ്വാൻസായി വാങ്ങിയെന്നും ഷംനാസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നു. അതേസമയം കാര്യങ്ങളെ വളച്ചൊടിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. തുടരുന്ന ആശങ്ക. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ വലിയ പ്രതിഷേധം. BJPയുടെ അനുഗ്രഹത്തോടെ ഹിന്ദുത്വ രാഷ്ട്രം നിർവചിക്കപ്പെടുകയാണെന്ന് കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള ദീപിക ദിനപത്രം മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. കടുത്ത ആശങ്കയിലാണ് മനുഷ്യക്കടത്ത് ആരോപിച്ച് മധ്യപ്രദേശിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കുടുംബം. ആരോപണം അടിസ്ഥാനരഹിതമാണ്. മാതാപിതാക്കളുടെ പൂർണ്ണ അനുവാദത്തോടെയാണ് കുട്ടികൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് ജയിലിലടച്ച സംഭവം അങ്ങേറ്റം ആശങ്കയോടെയാണ് ന്യൂനപക്ഷങ്ങൾ കാണുന്നത്. കാരണം മതേതര ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. പ്രത്യേകിച്ചും സഭയുടെ ആവശ്യത്തിനായി ജോലിക്ക് കൊണ്ടുവന്ന കുട്ടികളെ കൂട്ടാൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ കന്യാസ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സഭാവസ്ത്രം ധരിച്ച് തിരുവസ്ത്രം ധരിച്ച് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തെ അങ്ങേയറ്റം വിമർശനത്തോടു കൂടിയാണ് സഭാ നേതൃത്വങ്ങൾ കാണുന്നത്, CPM കാണുന്നത്, UDF കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ന്യൂനപക്ഷ വിരുദ്ധത കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന നയം ആണ് വ്യക്തമാകുന്നത് എന്നുള്ളൊരു സാഹചര്യത്തിൽ എന്നുള്ള ചോദ്യത്തിലേക്ക് മാറുകയാണ് ഈ ഒരു സംഭവം. പ്രത്യേകിച്ചും കേരളത്തിൽ ഇരട്ടത്താപ്പ് നയം, അതായത് ഇവിടെ തലോടലും മറ്റുള്ള സ്റ്റേറ്റുകളിൽ തല്ലുകൾ നൽകുകയും ചെയ്യുന്ന ഒരു നയമാണ് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആരോപണം ശക്തമാണ്. പ്രത്യേകിച്ചും മധ്യപ്രദേശിൽ, ഒഡീഷയിൽ, മണിപ്പൂരിൽ ഒക്കെ ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ ഈ സർക്കാരിൻ്റെ ഭരണത്തിന്മേൽ അല്ലെങ്കിൽ ഇവരുടെ ഉപദ്രവം കൊണ്ട് സഹിക്കെടുകയാണ് എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മതപരിവർത്തനം നടത്തി എന്ന് 2 കന്യാസ്ത്രീകളുടെ അവരുടെ തന്നെ സഭയിലേക്ക് ജോലിക്ക് കൊണ്ടുവന്ന 2 കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ കൂട്ടി പോകാൻ ഛത്തീസ്ഗഡിലെ തന്നെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ 2 കന്യാസ്ത്രീകൾക്കുണ്ടായ ദുരനുഭവമാണിത്. ഇവരുടെ കുടുംബവും
അങ്ങേയറ്റം ആശങ്കയിലാണ്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തീർച്ചയായും ആ കുടുംബം, സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം ന്യൂസ് 18നോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. ഇവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഈ 3 കുട്ടികളും ക്രിസ്ത്യൻസാണ്. 3 കുട്ടികൾക്കും 18 വയസ്സായതാണ്. മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് അവർ വന്നേക്കണമെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്? നീതി നിഷേധമാണിത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 30 വർഷക്കാലമായി യാതൊരു സേവന രംഗത്തെ പാവപ്പെട്ടവരെ, കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീകളെയാണ് തുറങ്കിലടച്ചിരിക്കുന്നത്. ഈ രാജ്യം എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. മറ്റു കന്യാസ്ത്രീകൾക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചപ്പോൾ നമുക്ക് ആ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഇന്ന് ക്രൈസ്തവ സഭകൾ ഉന്നയിച്ചത്. മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണിതെന്നും ഭരണഘടനയ്ക്കെതിരായ നടപടിയാണെന്നും CBC അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് വിമർശിച്ചു. ക്രൈസ്തവരുടെ ഒരു ഭരണഘടന, മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ ഈ പ്രവർത്തിച്ചത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ CBCIയുടെ പേരിൽ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും ഹോം മിനിസ്റ്റർ ഓഫീസിലും പിന്നെ നമ്മുടെ പല നമ്മുടെ മുൻ മന്ത്രിമാരായിരുന്നവര്, ഇപ്പോഴത്തെ മന്ത്രി, MP, കേരളത്തിലുള്ള MP-മാരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതിൽ ഇടപെടണം. BJPക്കെതിരെ നിരവധി ക്രൈസ്തവ സഭകൾ ഇന്ന് പ്രതികരണവുമായി രംഗത്ത് വരികയുണ്ടായി. കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്ത്, മതപരിവർത്തന കുറ്റങ്ങൾ ഇതിനിടെ ഛത്തീസ്ഗഡ് സർക്കാർ ചുമത്തി FIR ഇട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നടന്നത് മതം മാറ്റമാണെന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമായി ഇന്ന് രംഗത്ത് വന്നതും. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇപ്പോഴും ഛത്തീസ്ഗഡ് സർക്കാർ മതപരിവർത്തനം അതിൻ്റെ പേരിലാണ് അറസ്റ്റും മറ്റ് നിയമ നടപടികളുമെന്ന് ഉറപ്പിച്ചു പറയുകയാണോ? രഞ്ജിത്ത്, ഇത് മതപരിവർത്തനത്തിനുള്ളൊരു നീക്കം നടന്നു എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. വിഷ്ണു ദേവ് സായ് ആണ് ഇത്തരത്തിൽ ഒരു ആരോപണം വയ്ക്കുന്നത്. ബജ്രംഗ് ദളിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി നടത്തിയത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഛത്തീസ്ഗഡിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഛത്തീസ്ഗഡിൽ എല്ലാവിധ മതവിഭാഗങ്ങളും വളരെ സമാധാനമായി താമസിക്കുന്ന ഒരിടമാണ്. അത്തരം ഒരിടത്തിൽ ഇങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ആളുകളെ കൊണ്ടുപോവുകയും മനുഷ്യക്കടത്ത് നടത്തുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈ കുട്ടികൾ നാരായൺപൂർ അല്ലെങ്കിൽ ഈ യുവതികൾ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ്തർ മേഖല നക്സലൈറ്റുകളുടെ ഒരു അതിപ്രസരം കാരണം അവിടെ വികസനം കാര്യമായി എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഏറ്റവും ആദിവാസി വിഭാഗങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ആളുകളെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നു എന്നൊരു ആരോപണമാണ് ഛത്തീസ്ഗഡ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകണം എന്നാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നഴ്സിംഗ് ട്രെയിനിങ് നൽകുക എന്ന ഒരു ആവശ്യമായാണ് ഈ 3 യുവതികളെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊപ്പം ഒരു സുക്മാൻ മാന്ദവി എന്നൊരാൾ കൂടി ഇയാൾ കേസിലെ 3ാം പ്രതിയാണ്. ഇയാൾ ഇത്തരത്തിൽ വേറെയും കുട്ടികളെ മതപരിവർത്തനത്തിന് നടത്തിക്കൊടുക്കുന്നതിനൊക്കെ പിന്തുണ നൽകിയ ഒരാളാണ് എന്നൊക്കെയാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആരോപണങ്ങളായി വരുന്നത്. ബജ്രംഗ് ദൾ നടത്തിയത് വളരെ നീതിയുക്തമായ ഒരു നീക്കമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ അവിടുത്തെ ഒരു നിലപാട്. അപ്പോൾ ഇത്തരം പിന്നോക്ക സാഹചര്യങ്ങളിൽ വികസനമത്ത സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നത് അത് അവിടുത്തെ സ്ത്രീ സുരക്ഷയെ വല്ലാതെ ബാധിക്കും. അങ്ങനെ ചെയ്യാൻ അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് പ്രധാനമായും മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. PS-ന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ദിവസം സുരേഷ് കുറുപ്പാണ് കുറച്ചുകൂടി സജീവമാക്കിയത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വിഭാഗത്തിലെ വില്ലൻ സ്വരാജ് കഞ്ഞിക്കുഴിയിൽ PS-നെ
95 ഇലക്ഷനിൽ പരാജയപ്പെടുത്തിയ കഞ്ഞിക്കുഴിയിൽ പ്രതികരിച്ചു. VS ലോകത്തെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് എം സ്വരാജ് പറഞ്ഞു. ചിത അടങ്ങും മുൻപ് VSനെ ആക്രമിക്കുന്നു. ചില മാധ്യമങ്ങളാണ് അത് ചെയ്യുന്നത്. VS എന്ന രണ്ടക്ഷരത്തെ വിവാദത്തിൽ കുരുക്കിയിടാൻ ശ്രമിക്കുന്നുവെന്നും VS അനുസ്മരണത്തിൽ സ്വരാജ് പറഞ്ഞു. VSന്റെ ചിതയുടെ ചൂട് വിട്ടുമാറുന്നതിന് മുൻപ് സവിശേഷമായ രീതിയിൽ VSനെ ആക്രമിക്കാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. ചില മാധ്യമങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ VS വിടവാങ്ങി. ആ ദിവസങ്ങളെങ്കിലും കാത്തിരിക്കാനുള്ള മര്യാദ ചില കോണുകളിൽ നിന്നും ഉണ്ടാവുന്നതേയില്ല. VS എന്ന രണ്ടക്ഷരങ്ങൾ വിവാദത്തിൽ കുരുക്കിയിടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് VSനോടുള്ള അനാദരവാണ്. അത് മനുഷ്യത്വരഹിതമാണ്. VSനെ വിയോജിപ്പുകളുടെയും വിഭാഗീയതയുടെയും പ്രതീകമായി അവതരിപ്പിക്കാൻ തളച്ചിടാനാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. എം സ്വരാജിൻ്റെ പ്രതികരണമാണ് കഞ്ഞിക്കുഴിയിൽ നിന്ന് ഉണ്ടായത്. നമുക്കറിയാം ഈ വിഷയത്തിൽ എം സ്വരാജിൻ്റെ പേരാണ് നേരത്തെ 2011 ആലപ്പുഴ തിരുവനന്തപുരം സമ്മേളനവുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ അതേസമയം മന്ത്രി MB രാജേഷ് ഇന്ന് പ്രതികരിച്ചില്ല. വിഷയത്തിൽ പറയാനുള്ളതെല്ലാം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞ് ഒഴിയുകയായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതാണ്. സജി ചെറിയാൻ ഈ വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. ആലപ്പുഴ സമ്മേളനത്തിൽ VSനെതിരെ ഒരു പരാമർശവും ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സുരേഷ് കുറുപ്പ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അത് തെറ്റായ പരാമർശമാണ്, അത് തിരുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ സമ്മേളനം നടത്തിയതിന്റെ ഒരു ചുമതലക്കാരനാണ് ഞാൻ. പാർട്ടി ജില്ലാ സെക്രട്ടറി ചുമതല എനിക്ക്. ജി സുധാരസാവായിരുന്നു അതിന്റെ ചെയർമാൻ. ആ സമ്മേളനത്തിൽ ഈ പറഞ്ഞ ഒരു പരാമർശം VSനെതിരെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അത് തെറ്റായ ഒരു അഭിപ്രായ പ്രകടനമാണ്, അത് തിരുത്തണം. ഇനി ന്യൂസ് 8ന്റെ പ്രത്യേക സെഗ്മെന്റിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. നമുക്കറിയാം സമീപകാലത്ത് പല കേസുകളും പോലീസ് പിടിക്കുന്നത് ആക്സിഡന്റ് കേസിലടക്കം CCTV ക്യാമറകളുടെ സഹായത്തോടു കൂടിയാണ്. ഈ CCTV ക്യാമറ ഇല്ലെങ്കിൽ ഇത്രയധികം കേസുകൾ എങ്ങനെ തെളിയുമായിരുന്നു എന്നുള്ള സംശയം നമ്മളിൽ പലർക്കുമുണ്ട്. അത്തരമൊരു സെഗ്മെന്റിലേക്കാണ്. ഓരോ ദിവസത്തെയും ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, പുറത്തുവരുന്ന ദൃശ്യങ്ങളാണ്. മുകളിൽ ഒരാളുണ്ട്. സെല്ലിൻ്റെ അഴിമുറിച്ച് ഇഴഞ്ഞ് ഇറങ്ങിയ ഗോവിന്ദച്ചാമി നടന്നുപോയത് ഉദ്യോഗസ്ഥരുടെ മുന്നിലൂടെയാണ്. ലക്ഷ്യമിട്ടത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വഴിതെറ്റിപ്പോയത് പുതിയ തെരുവ് ഭാഗത്തേക്ക്. അന്വേഷണത്തിൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങൾ ആണിപ്പോൾ പുറത്തുവിടുന്നത്. ആ കാഴ്ച സമയം പുലർച്ചെ 1:14. സ്ഥലം കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം നമ്പർ ബ്ലോക്ക്. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റി ഇടനാഴിയിലേക്ക് ഇഴഞ്ഞിറങ്ങുന്ന ഗോവിന്ദച്ചാമി. കഴിഞ്ഞ വെള്ളിയാഴ്ച മണിക്കൂറുകളോളം കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയ ജയിൽ വകുപ്പിനാകെ നാണക്കേടുണ്ടാക്കിയ ജയിൽ ചാട്ടത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പിന്നീട് ഗോവിന്ദച്ചാമിയുടെ ഓരോ മൂവ്മെൻറ്റും മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നു. മറ്റൊന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ്. രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗുകളൊന്ന് VD സതീശൻ പറഞ്ഞതാണ് പഞ്ച് ഡയലോഗ്.
കഴിഞ്ഞ ദിവസമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ വെല്ലുവിളിച്ചത്. കേരളത്തിൽ 98 സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയാൽ പൊതുപ്രവർത്തനം താൻ അവസാനിപ്പിക്കുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അങ്ങനെ അവസാനിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെള്ളാപ്പള്ളി സതീശനെയും വെല്ലുവിളിച്ചു. സതീശൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തു. UDFനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് സതീശന്റെ പ്രഖ്യാപനം. ഇന്നത്തെ പഞ്ച് ഡയലോഗ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിന് മാത്രമേ പറഞ്ഞുള്ളൂ, ഈഴവ വിരോധിയാണെന്ന് പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞു. എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു. 98 സീറ്റ് UDFന് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ 97 വരെ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സമുദായ നേതാവ്, നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ UDFന് ഒരു 97 സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും. UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, പിന്നെ എന്നെ കാണില്ല. ഇതായിരുന്നു സതീശന്റെ പഞ്ച് ഡയലോഗ്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകേണ്ടത് കോട്ടയം വൈക്കത്തേക്കാണ്. വൈക്കം മുറിഞ്ഞപുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളെ കാണാതായി. പാണാവള്ളി സ്വദേശി സുമേഷിനെയാണ് കാണാതായത്. കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയ 23 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടിക്കുന്നിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു 23 അംഗ സംഘം. ചടങ്ങുകൾ പൂർത്തിയായ ശേഷം പാണാവള്ളിയിലേക്ക് വള്ളത്തിൽ മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ തൊട്ടു പിന്നാലെ നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 22 പേരെയും കരക്കെത്തിച്ചു. പാണാവള്ളി സ്വദേശി സുമേഷ് എന്ന കണ്ണനെ കാണാതായി. സുമേഷിനു വേണ്ടി തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. മൂവാറ്റുപുഴയാർ വേമ്പനാട്ട് കായലിലേക്ക് ചേരുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. വള്ളം പെട്ടെന്ന് കാറ്റുപിടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വള്ളത്തിന്റെ ഇരു സൈഡിലും കൂടി വെള്ളം കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല കാറ്റാണ്. കാറ്റ് മുഖാന്തരമായിരിക്കാം ഒരുപക്ഷെ വെള്ളം ചരിഞ്ഞ് വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടായത്. മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് കൂടുതൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും. ബാക്കി എല്ലാവരും സേഫാണ്. അവർ പറഞ്ഞ് ആ വള്ളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പറഞ്ഞതനുസരിച്ച് 23 പേരാണ്, വള്ളക്കാരനുൾപ്പെടെ. അതിൽ 22 പേരും സുരക്ഷിതരാണ്. അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഇത്രയും സമയമായിട്ട് 23ാമത്തെ ആള്. എല്ലാം നമ്മൾ താലൂക്ക് ഹോസ്പിറ്റൽ ഉൾപ്പെടെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെ എല്ലാം നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആർക്കും ഇപ്പം ഞാൻ സംസാരിച്ചു, ആർക്കും തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് അവർ തന്നെ പറഞ്ഞത്. ഇല്ല ആരും തന്നെ പോയിട്ടില്ല. ഒരു സാധാ വള്ളമാണ് അത്. ഭയങ്കര കാറ്റിൽ അടിയൊലിഞ്ഞ് മറിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇപ്പോൾ ഇതിൽ പുഴയുടെ അക്കരയും ഇക്കരയും ആയിട്ട് മാക്സിമം ആൾക്കാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് വന്നിരുന്നു, അതുപോലെ നാട്ടുകാരുടെ വള്ളങ്ങളുണ്ടായിരുന്നു, അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അക്കരയും ഇക്കരയും നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ച് കൺഫർമേഷൻ ആക്കിയതിൽ ഒരാൾ മിസ്സിംഗ് ആണ്. ഒരു കണ്ണൻ എന്ന് പറയുന്ന ഏകദേശം 42 വയസ്സ് പ്രായമുള്ള ഒരാൾ മാത്രമാണ് മിസ്സിംഗ് ആയിട്ടുള്ളൂ. ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, സ്ക്യൂബ ടീമുണ്ട്, അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘമടക്കം എത്തിയാണ് തെരച്ചിൽ നടത്തുന്നത്. അപകടത്തിൽപ്പെട്ട വള്ളം പെരുമ്പളത്ത് നിന്ന് കണ്ടെത്തി. ന്യൂസ് 18 കോട്ടയം. ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ റെക്കോർഡ് നേടി യോഗി ആദിത്യനാഥ്. 8 വർഷവും 132 ദിവസവും പിന്നിട്ടാണ് യോഗി ചരിത്രം സൃഷ്ടിച്ചത്. നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി പോലും രാഷ്ട്രം കാണുന്ന യോഗിയുടെ വളർച്ച ഏറെ കൗതുകം നിറഞ്ഞതാണ്. ഉത്തരാഖണ്ഡിൽ ജനിച്ച അജയ് സിംഗ് ബിഷ്ട് ഗണിതശാസ്ത്ര ബിരുദധാരി. ഗോരഖ്പൂരിലെ ഗോരഖ്നാഥ് മഠത്തിൽ ചേർന്ന് പേരുമാറ്റി യോഗി ആദിത്യനാഥ് ആകുന്നു. 1998 26-ാം വയസ്സിൽ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റേറിയന്മാരിൽ ഒരാളായി. തുടർന്ന് ഗോരഖ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 5 തവണ വിജയം. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റം. ഹിന്ദു യുവവാഹിനിയുടെയും ഗോരഖ്നാഥ് മഠത്തിൻ്റെയും പിന്തുണയോടെ കിഴക്കൻ ഉത്തർപ്രദേശിൽ സ്വതന്ത്രമായ അധികാര അടിത്തറ.
BJPയുമായി തുടക്കകാലത്ത് പലവിധ കലഹങ്ങളും ഉണ്ടായെങ്കിലും പതിയെ പതിയെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ BJPയുടെ മുഖമായി സ്റ്റാർ ക്യാമ്പയിനറായി യോഗി മാറി. BJP ഉപേക്ഷിച്ചു എന്നവകാശപ്പെടുന്ന പല ഹിന്ദുത്വ ലക്ഷ്യങ്ങളും ഇപ്പോഴും കൊണ്ടുനടക്കുന്ന ആൾ. 2017 വർഷങ്ങൾക്ക് ശേഷം BJP അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി. തുടർന്ന് ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മുഖ്യമന്ത്രിയായി. യോഗിയുടെ കാലത്ത് ഉത്തർപ്രദേശിൽ നടന്നത് 14,900 വെടിവെപ്പുകൾ, 238 പേർ കൊല്ലപ്പെട്ടു, 300 കുറ്റവാളികൾ തുറുങ്കിലായി. സമാജ്വാദി പാർട്ടിയുടെ കാലത്തെ ഗുണ്ടാരാജിന് ശമനം വന്നുവെന്ന് ജനം ആശ്വസിക്കുന്ന കാലം. വെടിവെപ്പുകൾ പലതും ഏകപക്ഷീയമെന്ന് സമാജ്വാദി പാർട്ടി ആരോപിക്കുമ്പോഴും കൂസലില്ലാതെ യോഗി തുടരുന്നു. അയോധ്യ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി, പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റി. ലോകം ശ്രദ്ധിച്ച കുംഭമേളയിലൂടെ UPയെ ആഗോളതലത്തിലെത്തിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഇടയ്ക്ക് യോഗി പ്രഭാവത്തിന് മങ്ങലേൽപ്പിച്ചുവെങ്കിലും ജനപ്രിയ ഭരണ പരിഷ്കാരങ്ങളിലൂടെ ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമം നടക്കുന്നു. ഇതിനിടെയാണ് ഗോവിന്ദ് ബല്ലഭ് പന്തിൻ്റെ റെക്കോർഡ് മറികടന്ന് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായതിൻ്റെ ഖ്യാതി നേടിയത്. മുഖ്യമന്ത്രി പദത്തിൽ 8 വർഷവും 132 ദിവസവും പൂർത്തിയാക്കി. ബല്ലഭ് പന്തിൻ്റെ മൊത്തം കാലാവധിയായ 8 വർഷവും 127 ദിവസവും കവിഞ്ഞു. നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി BJP കാണുന്ന മുഖങ്ങളിൽ ഒന്നുകൂടിയാണ് യോഗി. ന്യൂസ് ഡെസ്ക്, News 18. ഇതോടെ News at 9 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.